കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പതിയെ പതിയെ അവളുടെ ചുണ്ടുകൾ അവൻ കടിച്ചെടുത്തു തുടങ്ങി. നാവുകൾ തമ്മിൽ കെട്ടിപ്പണഞ്ഞതും സ്ത്രീ അവൻ ഇറുകെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. തന്നിലൊഴുകി നടക്കുന്ന അവന്റെ കൈകളുടെ ചൂടിൽ അവളൊന്ന് കുതറിയതും ശിവ അവൾ ഇറുകെ പിടിച്ച് തന്നോട് ചേർത്തു. കുറെ നേരം കൊതിയോടെ അവളുടെ ചുണ്ടുകൾ അവൻ നുണഞ്ഞെടുത്തു. എപ്പോഴും അവളും അവനെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി. സ്ത്രീയുടെ ചുണ്ടിൽ നിന്നും അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമെല്ലാം മൂടി നടന്നു. അവിടെ നിന്നും അവന്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് ഇറങ്ങിയതും അവളൊന്ന് കുറുകി അവന്റെ പുറത്ത് തന്നെ നഖങ്ങളാഴ്ത്തി. തൽക്കാലം ഇത്രയും മതി, ഇല്ലെങ്കിലേ ഇതിലൊന്നും തെക്കില്ല. കിതപ്പം തുടങ്ങിയതും ശിവ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ച് അവളിൽ നിന്നും മടന്നു മാറിക്കൊണ്ട് പറഞ്ഞു, അതെന്താ? അതൊന്നുമില്ല, നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്, കിടന്നുറങ്ങാൻ നോക്കിയേ. ശിവ അവളെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ പിന്നെ കിടന്നു. പിറ്റേന്ന് സ്ത്രീയും കുട്ടികളും TV കണ്ടിരിക്കുമ്പോഴാണ് മാളവും അവളുടെ അമ്മയും അച്ഛനൊക്കെ വന്നത്. എന്തിനാ മോളെ ഏട്ടൻ അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞത്? സ്ത്രീയെ കണ്ടതും രാമനാഥന്റെ പെങ്ങൾ രമ കാര്യം തിരക്കി. മധു വന്ന കാര്യം അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി ആരും ഒന്നും അവരെ അറിയിച്ചില്ലായിരുന്നു. അപ്പോഴേക്കും മധുവും മാലവിയും ഒഴികെ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിരുന്നു. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? എന്തിനേട്ടാ ഞങ്ങളോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അമ്മേ. അപ്പോഴേക്കും മധു അവരുടെ അടുത്തേക്ക് വന്നു. അവളെ കണ്ടതും അവർ ഞെട്ടി അവളെ നോക്കി. മോളെ നീ? അപ്പോഴേക്കും അവൾ ഓടിപ്പോയി ഇവരെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇപ്പോഴും മാളവും അവരുടെ അച്ഛനും സുദർശനും മാധവനെ കണ്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞെട്ടിൽ മാറി അവരും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അമ്മേ, ഏട്ടൻ വന്നില്ലേ? ഇല്ല മോളെ, അവൻ നീ ഇവിടെയുള്ള കാര്യം അറിഞ്ഞാൽ ഇപ്പൊ തന്നെ എത്തും. നീ പോയതിൽ പിന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവനാകും. ശരിക്കും നീ ഇല്ലാത്തപ്പോ ഭ്രാന്തായ പോലെയായിരുന്നു അവന്റെ രീതികൾ. അവര് പറഞ്ഞത് കേട്ട് അവൾ സങ്കടത്തോടെ കണ്ണുനീരൊപ്പി. ചേച്ചിക്ക് അന്ന് എന്താ പറ്റി? മാളുവിന്റെ ചോദ്യം കേട്ടതും മാതൊന്ന് സ്റ്റെക്കായി പോയി. അറിയില്ല മോളെ, എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല. എന്നെ ഇച്ചായി കിട്ടുന്നത് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് നിന്നാണ്. അത് പറഞ്ഞവൾ അവൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൽബിയെ ഒന്ന് നോക്കി. അവനെയും ആദിയെയും അവൾ തന്നെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അവർക്കെല്ലാം അവരൊത്തിരി ഇഷ്ടമായിരുന്നു. മാധുവിന്റെ നോട്ടം കണ്ടതും ആൽബി ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ച് അവനിൽ നിന്ന് ഓട്ടം മാറ്റി. മോളെ, ഏട്ടായി. കളിക്കുന്നതിനിടയിൽ ചളി പറ്റി ആദിയെയും കൊണ്ട് റൂമിലേക്ക് വന്നതാണ് മാധു. അവനെ ഫ്രഷാക്കി ഇറക്കിയപ്പോൾ റൂമിന്റെ വാതിലിൽ ചാരി നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ടതും അവൾ ഓടിപ്പോയി ആ നെഞ്ചിലേക്ക് വീണു. മാധുട്ടി, എവിടെയായതടി നീ ഇത്രയും കാലം? നീയില്ലാതെ ഞങ്ങൾക്ക് എത്ര വിഷമിച്ചെന്ന് അറിയോ? അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് കണ്ണീരോട് അവർ പറഞ്ഞു. ഏട്ടാ സോറി ഏട്ടാ, എല്ലാവരെയും കാണാൻ കൊതിയൊക്കെ ഉണ്ടെങ്കിലും മുന്നിലേക്ക് വരാൻ പേടിയായിരുന്നു. എല്ലാരും കൂടി ചതിച്ചതാ ഏട്ടാ എന്നെ. ആരാ നിന്നെ ദ്രോഹിച്ചേ? പറ. എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചതൊന്നും ഞാൻ വെറുതെ വിടില്ല. അവന്റെ അപ്പോഴത്തെ ഭാവം കണ്ടതും അവൾക്ക് പേടിയായി. വേണ്ടേട്ടാ, ഒരു പ്രശ്നത്തിനും പോകണ്ട. പിന്നെ അവരെയൊക്കെ വെറുതെ വിടണമെന്നാണ് നീ പറയുന്നത്? ഇല്ലേട്ടാ, എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ച വേദനയ്ക്കൊക്കെ കണക്ക് പറയിപ്പിക്കണം എനിക്ക്. പക്ഷേ ഇപ്പൊ ഒന്നും എന്റെ ഏട്ടനെ അറിയണ്ട. അവൾ മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി. എനിക്കറിയില്ലേട്ടാ അവരൊക്കെ ആരാണെന്ന്. ഓട്ടെ, സാരല്ല. എന്നാലും നിന്നെ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മതി. എന്നാലും അവരെ ഞാൻ കണ്ടെത്തിയിരിക്കും. അവൻ പറഞ്ഞത് കേട്ട് കണ്ണുനീരിലും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് എന്തോ ശക്തിയിൽ പറന്നു വന്ന് അവന്റെ പുറത്തേക്ക് വീണത്. വേദനയോടെ തിരിഞ്ഞു നോക്കിയ മാഹി കാണുന്നത് കാലിപ്പിൽ നിൽക്കുന്ന ആദിയാണ്. അവൻ ആദിയെയും തറയിൽ കിടക്കുന്ന പന്തിനെയും മാറി മാറി നോക്കി. എന്തിനാ എന്റെ മാമയൊക്കെ അറിയിച്ചേ? ആദ്യം അവനെ നോക്കി കാലിപ്പിൽ ചോദിച്ചതും മഹേന്ദ്രൻ സംശയഭാവത്തിൽ മാധവനെ നോക്കി. ആദി, ഇത് കുഞ്ഞിന്റെ അങ്കിളാണ്. അങ്കിള് മാമിയെ കരപ്പിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ആ ബാറ്റ് താഴെയിട്ടേ. പിന്നെ മമ്മി എന്തിനാ കരഞ്ഞത്? കുറച്ചു മുമ്പ് കരഞ്ഞല്ലോ. ഇവരെയൊക്കെ പാപ്പയോട് അടിക്കാൻ പറയാനോ? അത് മമ്മി ഇവരെ കണ്ട സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ആനോ? മാധു പറഞ്ഞത് കേട്ട് ആദ്യ കയ്യിലുള്ള ബാറ്റ് താഴെയിട്ടു. ഇതെന്റെ മോനാണ് ഏട്ടാ. അവൾ ആദ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രനോട് പറഞ്ഞതും അവൻ അത്ഭുതത്തോടെ അവളെ നോക്കിയതും അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ആദി, താഴെ പോയി മിത്തുവായിട്ട് കളിച്ചോ. പിന്നെ ഡ്രസ്സിൽ ഇനി അടക്കാക്കരുതേ. മാധു പറഞ്ഞത് കേട്ട് ആദ്യം അവിടെ നിന്ന് പോയതും മഹേന്ദ്രൻ അവളെ നോക്കിയതും കാണുന്നത് ആദ്യ പോയ വഴിയെ നോക്കി നിൽക്കുന്നവളെയായി. ജന്മം കൊണ്ടല്ലെങ്കിലും അവനിപ്പോ ഞങ്ങളുടെ മോനാണ്. അവന്റെ ഉള്ളിലെ സംശയം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു. ഇവ ഞങ്ങളുടെ അടുത്തെത്തുമ്പോൾ 1 വയസ്സായിരുന്നു. ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ചൊരു കുഞ്ഞ്. അന്ന് മുതൽ ഈ കയ്യിൽ കിടന്ന അവൻ വളർന്നത്. ഇതുവരെ ഞങ്ങളുടേതല്ലെന്ന് തോന്നല് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഭ്രാന്തിന്റെ വക്കിലെത്തിയ ഞാൻ തിരിച്ചു വന്നത് തന്നെ അവനിലൂടെയാണ്.
എന്നെ ആരും വേദനിപ്പിക്കുന്നത് വഴക്ക് പറയുന്നതോ അവന് പറ്റില്ല. അതവൻ്റെ പപ്പയായപ്പോലും ഞങ്ങൾ ജീവിക്കുന്ന പോലും അവന് വേണ്ടിയാ. അവൾ പറയുന്നത് കേട്ട് മഹി ബഹുമാനത്തോടെ അവളെ നോക്കി. പഴയ പൊട്ടിപ്പെടിൽ നിന്നും അവളുടെ സാഹചര്യം ഒരുപാട് മാറ്റിയെന്ന് അവന് മനസ്സിലായി. അവൻ വീണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചതും അവളും വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ലഭിച്ച ഏട്ടൻ്റെ ചൂടിലേക്ക് ചാടി. ഡേ മായമേ, എൻ്റെ ചായ? ആൽബിനെ നെഞ്ചിലേക്ക് ചാരി അവൾ വിളി കേട്ടു. ഇപ്പം എല്ലാവരെയും കിട്ടിയസ്ഥിതിക്ക് നീ ആരുമില്ലാത്ത എന്നെയും മോനെയും കളഞ്ഞിട്ട് പോകുമോ? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവനിൽ നിന്നും അകന്നു മാറി. അവൻ തമാശയായിട്ട് ചോദിച്ചതാണെന്ന് അറിയാമെങ്കിലും അവൾ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ കൈവിട്ട് മടക്കി അവനെ വയറിലിട്ടൊരു ഇടി വെച്ച് കൊടുത്തു. ഈ ചാന ഞാനില്ലേ, ആദ്യമില്ലേ, പിന്നെ എങ്ങനെ ആരും ഇല്ലാത്തവനാകും? അതിന് നീ എന്നെ നോവിക്കുന്നതിനടി. അവൻ അവൾ ഇടിച്ചെടുത്ത് ഇടിഞ്ഞ് അവളെ നോക്കി കണ്ണിരട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നെ എന്തിനെങ്ങനെ വെറുതെ പറയുന്നേ? നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എനിക്ക്. നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ വെറുതെ ചോദിച്ചാടി. ഇനി പോവുകയാണെങ്കിലും ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ? എന്തായാലും നിന്റെ വീട്ടുകാരെ വന്നപ്പോൾ കണ്ടാവാ നിന്നെ. പിന്നെ ഇപ്പോഴാ കൈ കിട്ടുന്നേ. മനഃപൂർവ്വം മറന്നതല്ല, അവരൊക്കെ കണ്ട സന്തോഷത്തിൽ. അല്ലാതെ നിങ്ങളെ ഇനി അതിൻ്റെ പേരിൽ സങ്കടം പെടണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിന്റെ സന്തോഷം മതി എനിക്ക്. അവനവളുടെ നെറ്റിയിൽ ചുംബിച്ച് പറഞ്ഞതും അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ കവിളിലേക്ക് ഇറങ്ങിയതും അവൾ മാറിയിരിക്കാൻ നോക്കിയതും അതിന് സമ്മതിക്കാതെ ആൽബി അവളെ മുറുകെ പിടിച്ചു. ഇച്ചായ? വേണ്ട, ആരേലും. അവളുടെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് വരുന്നവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവനവൾ പറഞ്ഞു മുഴുവൻ മുമ്പേ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. പാപ്പാ! പെട്ടെന്ന് ആദ്യം അവനെ വിളിച്ച് ഓടി വന്നതും ഇരുവരും ഞെട്ടിക്കൊണ്ട് അടങ്ങു മാറി. ഈ ചേക്കിനല്ലിൽ മൂടുകഥ ടൈമിംഗ് ആണ്. അവൻ്റെ മടിയിൽ കയറിയിരുന്ന ആദ്യം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും മാധവൻ പറഞ്ഞത് കേട്ട് ഉറക്കം പൊട്ടിച്ചിരിച്ചു. അത് കണ്ടവൻ എന്തോ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ ചുവന്ന കവളുകൾ മറക്കാനെന്നോണം അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എന്നാൽ ഇതേ സമയം അവർ പോലും അറിയാതെ അവരെ നിരീക്ഷ കണ്ണിൽ അവരുടെ കളിച്ചിരികളും സന്തോഷവും കണ്ടതും പക നിറഞ്ഞു. മാധവിൻ്റെ സന്തോഷം കണ്ടതും ആ രൂപം ദേഷ്യത്തിൽ പല്ല് കടിച്ചു. മാധവനൊന്ന് നോക്കി ക്രൂരമായി ചിരിച്ച ആ രൂപം പതിയെ അവിടുന്ന് മറന്നു. ആൽവിന് ഹോസ്പിറ്റലിൽ അധികം ലീവില്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ മാധവും ആൽവിയും ആദിയും അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. അവർ പോയിട്ടും മടിച്ച് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ നോക്കിയ ശ്രീയെയും തൂക്കിയെടുത്ത് ശിവ ഓഫീസിലേക്ക് പോയി. രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോകാൻ റെഡിയായി വന്നതാണ് ഷീതു. മോളെ, എന്താച്ചാ? അയാളുടെ മുഖഭാവം കണ്ട് കാര്യമായി തന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നിയതും അവൾ കാര്യം തിരക്കി. മോൾക്കൊരു മാനവമേനോനെ അറിയൂ? നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച് കോളേജിലെ അധ്യാപകനായിരുന്നു. അറിയാം സാർ, ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താച്ചാ? അത് പിന്നെ മോളെ, ഇന്നലെ അവന് വിളിച്ചിരുന്നു. എന്തിന്? അത് പിന്നെ അവന് മോളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമെന്നും പറഞ്ഞു. ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല കൂട്ടരാണ്. മോൾക്ക് സമ്മതമാണെങ്കിൽ അവർക്കിപ്പോൾ ഉറപ്പിച്ചിട്ടാൽ മതി എന്നാ പറഞ്ഞത്. മോളുടെ കോഴ്സ് തീരാൻ ഇനിയും 1 വർഷം കൂടിയില്ലേ? മോളുടെ തീരുമാനം എന്താ? അത് പിന്നെ എനിക്ക് ദാസൻ പറഞ്ഞത് കേട്ടുള്ള ഞെട്ടില്ലായിരുന്നവള്. മനുസാറ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളത് കാര്യമായി എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സ്റ്റേരിറങ്ങി വരുന്ന ഉണ്ണി അത് കേട്ടെങ്കിലും കേൾക്കാത്ത പോലെ അവളെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് പുറത്തേക്ക് പോയി. പെട്ടെന്നൊരു തീരുമാനം മോള് പറയണ്ട. മോള് നന്നായി ആലോചിച്ചെടുത്താൽ മതി. എന്തായാലും മോളുടെ അഭിപ്രായം പോലെ എല്ലാം ചെയ്യുകയുള്ളൂ. ഇനി നേരം വൈകണ്ട, ഇറങ്ങാൻ നോക്ക്. അത് പറഞ്ഞ് അവളുടെ കവളിലൊന്ന് തട്ടിപ്പോയതും അവൾ കയ്യിലുള്ള ബാഗും മുറുകെ പിടിച്ച് പുറത്തേക്ക് നടന്നു. വരുന്നേ, വന്ന് കയറി. അവൻ പറഞ്ഞു കേട്ട് അവൾ കാറിൻ്റെ പിൻസീലിലേക്ക് കയറിയതും അവൻ വണ്ടിയെടുത്തു. കുറച്ച് കഴിഞ്ഞതും ഉണ്ണി കാറ് നിർത്തിയതും ഒരു പെൺകുട്ടി കോർട്ടേഴ്സിലേക്ക് കയറി. ഉണ്ണിയുടെ കൂടെ പഠിച്ച നേഹയായിരുന്നു. അവളും അവൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അവളിവിടെ ട്രാൻസ്ഫർ കിട്ടി വന്നതിൽ പിന്നെ ഇവരുടെ ഒപ്പമാണ് വരുന്നതും പോകുന്നതും. ഈ സമയമെല്ലാം അവൾ എന്ത് തീരുമാനമെടുക്കുന്ന കൺഫ്യൂഷനിലായിരുന്നു. കഴിഞ്ഞ ദിവസം അവളെ കാണാൻ കോളേജിലേക്ക് മാധവും ശ്രീയും വന്നപ്പോൾ അവരുടെ കൂടെ പുറത്തു പോയിരുന്നു. അവിടെ വെച്ചാണ് മനുവിനെ വീണ്ടും കണ്ടത്. അന്നും തന്നോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ തൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞതാണ്. എല്ലാം കേട്ട് ആരാലില്ലാത്തവളെ അവൻ വേണ്ടെന്ന് വെക്കണമെന്ന് അവൾക്ക് കരുതിയത്. ഇപ്പം തന്നെ അവിടെ താമസിപ്പിക്കുന്നതിൽ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പലതും പറയുന്നുണ്ട് എന്ന് അവൾക്കറിയാം. അവർക്കതൊരു പ്രശ്നമല്ലെങ്കിലും അവളത് സങ്കടത്തിലാക്കിയിരുന്നു. താൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയാതെ വിഴുകയായിരുന്നു അവളുടെ മനസ്സ്. നേഹയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഉണ്ണി അവളെ നോക്കിയതും അവൾ ഇരുവരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചനയാണെന്ന് കണ്ടതും നോട്ടം മാറ്റി. കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയതും അവൻ അവളവിടെ ഇറക്കി വിട്ടുപോയതും അവൾ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന മാനവിനെ കാണുന്നത്. അവൻ്റെ അടുത്ത് കൂടി അല്ലാതെ കോളേജിലേക്ക് കയറാൻ വേറെ വഴിയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ബാഗിൽ മുറുകെ പിടിച്ച് അവനെ നോക്കാതെ തലയും താഴ്ത്തി മുന്നോട്ട് നടന്നു. ശീതൾ അവനെ കാണാത്ത രീതിയിൽ പോകാൻ നോക്കിയെങ്കിലും അവൻ അവളെ വിളിച്ചു.
എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. വേറെ എവിടെ വന്നാലും അതിന് കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ? കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കാണില്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അതേന്ന് തലയാട്ടി. അതിനെക്കുറിച്ച് തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്. താൻ വാ, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. എല്ലാവരും ശ്രദ്ധിക്കുന്നു. താൻ പേടിക്കാനിടോ, ഞാനൊന്നും ചെയ്യില്ല. ഒരു കുഞ്ഞു ചിരിയോടെ മാനവ് പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഒന്നും അടിച്ചിട്ടാണെങ്കിലും അവളും അവൻ്റെ പിറകെ പോയി. കുറച്ച് സമയം കഴിഞ്ഞ് അവനോട് സംസാരിച്ച് തിരിച്ച് കോളിലേക്ക് തന്നെ വരുമ്പോൾ അവളുടെ ചുണ്ടിൽ ആശ്വാസത്തിൻ്റെ ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ ദാസന് നൽകാനായി ഒരു തീരുമാനമെടുത്തിരുന്നവൾ. നീ അവിടുന്ന് എഴുതിയേക്ക് ശ്രീ. ഇല്ല ശ്രീ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. മര്യാദ കേന്ദ്രീകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. വന്നോട്ടെ, അതിന് ഞാനെന്ത് വേണം? ഞാൻ പറഞ്ഞ് നിങ്ങൾ അനുസരിക്കാതെ ഞാൻ ഒന്ന് എണീക്കില്ല. ശ്രീ മുഖം വീർപ്പിച്ച് വാശിയോടെ പറഞ്ഞു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഓൾറെഡി. അതും പറഞ്ഞ് ശിവ ചേറിൽ നിന്നും എണീറ്റ് തറയിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന സ്ത്രീക്കരികിലേക്കായി പോയി അവൾ ഒറ്റ കൈ കൊണ്ട് തൂക്കിയെടുത്തു. അയ്യോ, ഓടി വരണേ, ഈ കാലിന് കൊല്ലാൻ കൊണ്ടു. സ്ത്രീ ബാക്കി പറഞ്ഞ് അലറി വിളിക്കും മുമ്പേ ശിവ അവളുടെ വാ പൊത്തി പിടിച്ചു. വിണ്ടാ നിൽക്കടി. ശിവ അവളെ തറയിൽ നിർത്തി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മിണ്ടും, അതിന് നിങ്ങൾക്കെന്താ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അനുസരിക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ എന്നോട് മിണ്ടാൻ വരണ്ട. അത് പറഞ്ഞ് സ്ത്രീ മുഖം വീർപ്പിച്ച് സെറ്റിയിൽ പോയിരുന്നു. സംഭവം നമ്മുടെ കൊച്ചിനെ അവളുടെ വീട്ടിൽ പോകണം. അതൊരാഴ്ച നിൽക്കാൻ അതിന് ശിവ സമ്മതിക്കുന്നില്ല. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും അവളില്ലാതെ അവൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല, ഞാൻ നിന്നെ വിടില്ല. വേണിൽ ഇന്ന് പോയി നാളെ രാവിലെ വന്നോ. അത് നിങ്ങളുടെ മറ്റവളോട് പോയി പറ. അവളോട് തന്നെ ഞാൻ പറഞ്ഞേ. കൂടെ പട്ടി തെണ്ടി കാല. കൂടെ കാലമാടാ. ഇനി സ്ത്രീയെന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് വാ. വീണ്ടില്ല ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മതിയല്ല ഞാൻ. നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എൻ്റെ ഒരേ ഒരു ചങ്കൻ്റെ പെണ്ണുകാലിന് പിന്നെ ഞാൻ വേണ്ടേ? എന്താ നീ പറഞ്ഞേ? പെണ്ണുകാണല്ലോ? ആരുടെ? ശിവ ലാപ്പിൽ നിന്ന് മുഖമേറ്റ് സ്ത്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ മറന്നോ? അത് പിന്നെ ഉറക്കത്തിനിടയിലായതുകൊണ്ട് ഞാൻ കേട്ടില്ല. നീ കാര്യം പറ. അത് പിന്നെ ഷീതുവിൻ്റെ വിവാഹാലോചന. അവൾക്ക് സമ്മതമാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സാറാണ്. അതിന് നിനക്ക് തന്നെ സങ്കടം? പിന്നെ സങ്കടം കാണില്ലേ? അവൾ ഉണ്ണിയറിനെ കൊണ്ട് കെട്ടിക്കണം എന്ന് നിന്റെ ആഗ്രഹമായിരുന്നു. ഇനി അത് നടക്കില്ലല്ലോ. ജീവേട്ടാ, ഞാൻ പൊക്കോട്ടെ. വേണ്ട, നീ പോയിട്ട് ചിലപ്പോൾ ആ വിവാഹം മുടക്കിയാലോ? എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ലെന്നേ. അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നെ വിടാത്തത്. എനിക്കും കാണാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹം. ശ്രീ ശിവയെ കടക്കണ്ണിട്ട് നോക്കി ആവശ്യത്തിൽ കൂടുതൽ സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ആഗ്രഹത്തിന് ഞാനെതിരല്ല. പറഞ്ഞല്ലോ, 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ലെങ്കിൽ നിനക്ക് പോകാം. ശിവ പറഞ്ഞത് കേട്ട് ശ്രീ വാശിയോടെ അവിടെ ഇരുന്നു. അവസാനം അവളുടെ വാശിക്ക് മുമ്പിൽ അവനതിന് അടിയേറ് പറയേണ്ടി വന്നു. 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കരുതെന്ന വ്യവസ്ഥ വെച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി.